വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്, അതും ബ്രെഡ് പുഡിംഗ് ആണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് ആണ്. ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പാലൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഞാൻ ഈ ഒരു സൈസിലുള്ള 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിടാം. അപ്പൊ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിൽ ബ്രെഡും മുട്ടയും പാലും മാത്രം മതി. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പുഡിംഗ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ചെറിയൊരു മധുരമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാരയോളം ഇടാം. അപ്പൊ അത് ജസ്റ്റ് നമ്മൾ മിക്സിന്റെ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങനെ പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കണമെന്നൊന്നുമില്ല. പാല് ഓഫ് ചെയ്ത് വെച്ച ശേഷം ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ആ ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് ചൂടൊന്ന് ആറി തണുത്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടയിലുള്ള ആ ഒരു സ്മെല്ല് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിത് നമ്മുടെ വാനില എസൻസിന്റെ ആ ഒരു അടപ്പിൽ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു പാലൊന്ന് ചൂടാറി തണുത്ത് വരട്ടെ. ഒരുപാട് അങ്ങനെ ചൂടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയും പാലും കൂടി ആവുമ്പോൾ ഒന്ന് ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവും. അപ്പൊ അതുകൊണ്ട് പാലൊന്ന് ചൂടാറിയ ശേഷം മാത്രം മുട്ട ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് കൂടിയാണ്. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. രാവിലെ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഡെസേർട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് കൂടിയാണിത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രം തന്നെ എടുക്കുക. അത് നമുക്കൊന്ന് ഗ്യാസിലേക്കൊന്ന് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഇപ്പൊ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിക്ക് തന്നെ ഫ്ലെയിം താഴ്ത്തി കൊടുത്ത ശേഷം മാത്രം വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. നമുക്ക് കാരമലൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതില് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങനെ സ്ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ തന്നെ ആ സൈഡൊക്കെ കണ്ടില്ല ഇങ്ങനെ കാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ പഞ്ചസാര നല്ല രീതിക്ക് തന്നെ ഒന്ന് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാരമലൈസ് ചെയ്ത പഞ്ചസാരപ്പാനി പെട്ടെന്ന് തന്നെ തിക്കായി പോകും. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പുഡിങ്ങിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ആവി കയറ്റുമല്ലോ, ആ ഒരു രീതിക്കോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ നമ്മുടെ ഈ ഒരു പാത്രം ഇറങ്ങി നിൽക്കുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു തിരികോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫുള്ളായിട്ട് അടച്ച് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം ആ ഒരു പാത്രം വെച്ച് അതൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി പാത്രം കൂടി അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഏകദേശം ഒരു 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. കേക്കൊക്കെ നമ്മൾ നോക്കണ പോലെ തന്നെ നടുഭാഗത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ഒട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല രീതിക്ക് തന്നെ അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം മാത്രം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് ഇത് അതുപോലെ ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വിളമ്പണ സമയത്ത് മാത്രം പ്ലേറ്റിലേക്ക് അങ്ങനെ ഇട്ടാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചൂടാറി തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്
ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്താലും മതി. എന്തായാലും ഒരു 3-4 മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഒരു കാരമലൈസ് ഒക്കെ ചെയ്ത പഞ്ചസാര പാനിയൊക്കെ ഇതിലേക്ക് ഇറങ്ങി കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിപ്പോ ഫ്രിഡ്ജിലേക്ക് ഒന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നോളും. അപ്പൊ നമ്മുടെ പുഡിങ് നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിങ് ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അത് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.